നിർമ്മാണ മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ് ഇന്ന് നിലനിൽക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ചെങ്കല്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഈ ചെങ്കൽ ക്വാറി ഉടമകൾ വലിയ പ്രതിസന്ധിയെ നേരിടുന്നുണ്ട്. അവർ ഇന്ന് സമരത്തിലാണ്, പ്രതിഷേധത്തിലാണ്. നമ്മോടൊപ്പം സംസ്ഥാന സെക്രട്ടറി, അസോസിയേഷൻ്റെ സംസ്ഥാന സെക്രട്ടറി കെ മണികണ്ഠൻ ചേരുന്നുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഈ നിർമ്മാണ മേഖലയിൽ ആകെ നിലനിൽക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ചെങ്കൽ വ്യവസായവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നിങ്ങൾ നേരിടുന്നത്, എങ്ങനെയാണ് നിങ്ങൾ ഇനി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാന വിഷയങ്ങൾ EC എന്നുള്ളതാണ്, എൻവയോൺമെൻറ്റ് ക്ലിയറൻസ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ആ എൻവയോൺമെൻറ്റ് ക്ലിയറൻസിന് വേണ്ടി ലഘൂകരിച്ച് തരാമെന്ന് പല ഘട്ടങ്ങളിലും ഗവൺമെൻറ് പറഞ്ഞാണ്. ഇന്നേ വരെ അപേക്ഷിച്ച ഒരാൾക്കും കൃത്യമായ സമയത്ത് സമയബന്ധിതമായി തരാം. 105 ദിവസമാണ് സർക്കാരിൻ്റെ കണക്ക്. പക്ഷേ ഇവിടെ 2 വർഷമായിട്ട് ECക്ക് അപേക്ഷിച്ചവർക്ക് ഇന്ന് വരെ കിട്ടാത്ത അവസ്ഥയാണ്. അപ്പോൾ എങ്ങനെ EC എടുത്തിട്ട് ഞങ്ങൾക്ക് പെർമിറ്റ് എടുക്കാൻ പറ്റും? കഴിഞ്ഞ 2019 മുതൽ ഇങ്ങോട്ട് ആയിരക്കണക്കിന് ഫയലുകളാണ് പല ആൾക്കാരുടെ ചുമത്തിയിട്ടുള്ളത്. ലക്ഷക്കണക്കിന് രൂപ, 60 ലക്ഷം 70 ലക്ഷം ഒക്കെ രൂപ ഒരു ചെറിയ ചെങ്കൽ ക്വാറിക്കാണ് ഫൈൻ. ചെങ്കൽ ക്വാറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാം, നാട്ടിൽ ഇന്ന് കിട്ടുന്ന ഈ നിർമ്മാണ മേഖലയിൽ കിട്ടുന്ന സാധനത്തിന് ഏറ്റവും വില കുറഞ്ഞ സാധനമാണ് ചെങ്കൽ. കണ്ണൂർ ജില്ലയെ പ്രത്യേകിച്ചിട്ടും നിർമ്മാണ മേഖലയിൽ പൊതുവെ അങ്ങനെയല്ലേ, സാധനങ്ങൾ കിട്ടുന്ന ഏറ്റവും ചീപ്പായി കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നിർമ്മാണ മേഖല ഉണ്ടാക്കുക. അപ്പോൾ അതിനകത്ത് ചെങ്കല്ലാണ് ഏറ്റവും വില കുറഞ്ഞ സാധനം. ആ ചെങ്കല്ല് വില കുറഞ്ഞതിന് ഒരു കല്ലിന് 60 രൂപയിൽ മേലെയാണ് ഫൈൻ. ഈ കണ്ണൂർ ജില്ലക്കകത്തുണ്ടാകുന്ന ചെങ്കൽ വിൽക്കുന്ന വില നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഒരു 20 രൂപ മുതൽ 30 രൂപ 40 രൂപയ്ക്കുള്ളിൽ എല്ലാ സ്ഥലത്തും കല്ല് കിട്ടും പൊതുവേ. ആ കല്ലിനാണ് ഒരു കല്ലിന് 60 രൂപ വെച്ചിട്ട് ഞങ്ങൾ ഫൈൻ കൊടുക്കേണ്ടത്. കൊടുക്കുന്നത് എങ്ങനെയാണ്? വിൽക്കുന്ന കല്ലിനല്ല, ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന 100 കല്ല് ഇപ്പം ഉൽപ്പാദിപ്പിച്ചാൽ അതിനകത്ത് 10ഓ 20ഓ കല്ലായിരിക്കും ഞങ്ങൾക്ക് വിൽക്കാൻ പറ്റുക, അല്ലെങ്കിൽ കുറേ മോശമായി പോകും. ഇപ്പം ഭൂമി നല്ലതില്ല, ഭൂമിക്ക് കണ്ടമാനം വില കൂടി, അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഈ 60 രൂപക്കടുത്ത് ഫൈൻ വെച്ചാൽ എങ്ങനെയാക്കും? 2019 മുതൽ ഇപ്പോൾ 25 വരെ ഉള്ളത് ഫയലുകൾ ഒന്നിച്ചെടുത്ത് അതൊരു അദാലത്തിൽ വെച്ച് ആ ഫൈനൊക്കെ തീർപ്പാക്കണമെന്നാണ് ഞങ്ങൾ പ്രധാനപ്പെട്ട ആവശ്യം. ഒന്ന് EC ലഘൂകരിച്ച് കിട്ടുക, അതുപോലെ തന്നെ ഈ വ്യവസായം നടത്തിച്ചുകൊണ്ട് പോകാൻ ഇന്ന് പെർമിറ്റ് എടുത്ത ആൾക്കാർ കടമ്പകൾ പലതും കടന്നിട്ട് ഞങ്ങൾ പെർമിറ്റ് എടുത്തിട്ട് എന്താ സ്ഥിതി? നാട്ടിലെവിടെയും പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ എൻ്റെ അവസ്ഥ, ക്വാറി ലക്ഷക്കണക്കിന് രൂപ സർക്കാരിലേക്ക് അടച്ച ക്വാറി അടച്ചു പൂട്ടിയിട്ടാണ്. ആ അടച്ചു പൂട്ടിയതിന് ആര് തരും? സർക്കാർ തിരിച്ചു തരുമോ പൈസ? സർക്കാർ ഫണ്ട് ചെയ്താൽ പിന്നെ തിരിച്ചു തരുന്ന പരിപാടിയില്ല, അത് നടത്താനുള്ള സംവിധാനം ഉണ്ടാക്കി തരുന്നില്ല. അപ്പോൾ ഈ പൈസ എന്ത് ചെയ്യും? ഞങ്ങളെപ്പോലത്തെ ആൾക്കാരെല്ലാവരും കടക്കണിയിലാണ്. അതേപോലെ തന്നെ സർക്കാരിൻ്റെ ഈ ചുമപ്പ് നാടയപ്പെട്ടിട്ട് ആത്മഹത്യയുടെ വക്കിലാണ്. ശരിക്കും പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്നില്ല എന്നുള്ള പല ബാധ്യതകളുണ്ടായതുകൊണ്ടാണ്. അപ്പോൾ കണ്ണൂർ ജില്ലയിൽ അത്രയും വലിയ, കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല സംസ്ഥാനത്തൊട്ടാകെ തന്നെ ഇന്ന് വിവിധ ജില്ലകളിലായ എല്ലാ സ്ഥലത്തും കളക്ടറേറ്റിലേക്ക് മാർച്ച് നടക്കുകയാണ് ഇതുപോലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട്. ഇതാണ് പൊതുസ്ഥിതി. അപ്പോൾ ഈ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ ഈ പ്രശ്നങ്ങൾ? തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. സർക്കാർ അതിന് വേണ്ട നടപടികൾ ഒരു ഘട്ടത്തിൽ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഞങ്ങളുടെ ഫൈന് ഞങ്ങളുടെ റോയൽറ്റി തുക ഒറ്റയടിക്ക് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന 75,000 രൂപയിൽ നിന്ന് അതൊരു 25 ലക്ഷത്തിലേക്ക് വർദ്ധിപ്പിച്ചു. അതിനുശേഷം നിരന്തരമായ ഇടപെടലിൻ്റെ മുഖത്തും ചെറിയൊരു ശതമാനം കുറവ് കിട്ടി. അതുകൊണ്ട് മാത്രം കാര്യമാവുന്നില്ല. സർക്കാർ ഇനിയും അങ്ങോട്ട് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ സമയബന്ധിതമായി ചെയ്തു തീർക്കണം. ഇത് സമയബന്ധിതമല്ലാതിരിക്കുമ്പോൾ എന്താ, നാട്ടിലെ ഈ ആവശ്യമായ ചെങ്കല്ല് അത് ഉൽപ്പാദിപ്പിക്കാൻ ഞങ്ങൾ നിർബന്ധിതപ്പെടുന്നു. ഇപ്പം തന്നെ തൊഴിലാളികൾ ഒരു ഭാഗത്ത് 30% വേതന വർധനവിന് നോട്ടീസ് വന്നിരിക്കുകയാണ്. അതിനുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാധനത്തിന് നിരന്തരം ഡിമാൻഡ് കുറഞ്ഞ് വില കുത്തനെ പോകുമ്പം ഈ രീതിയിലുള്ള ചെലവുകൾ കൂടുന്നു. ഇതൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇതൊക്കെ തന്നെ കൃത്യമായി ഗവൺമെൻറ്റിന് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. കൃത്യമായ ഈ നോട്ടീസും ഈ സമരത്തിൻ്റെ നോട്ടീസ് ഗവൺമെൻറ്റിൽ എല്ലാ സ്ഥലത്തും കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ? പല ഉദ്യോഗസ്ഥന്മാർ ഇപ്പം കമ്മിറ്റി ഉണ്ടാക്കിയെന്ന് പറയുന്നു. ഉദ്യോഗസ്ഥന്മാർ ഇതുവരെ കൂടിയില്ല. ഈ അദാലത്ത് ഉണ്ടാക്കാൻ വേണ്ടി കമ്മിറ്റി ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. ആ കമ്മിറ്റി ഒന്ന് ഫോം ചെയ്യണ്ടേ, ഒന്ന് കൂടണ്ടേ? അതിനുള്ള ഉദ്യോഗസ്ഥ തലത്തിൽ വല്ലാത്ത രീതിയിലുള്ള ഒരു മെല്ലെപ്പോക്ക് നയം ഞങ്ങൾ നേരെ ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ പ്രധാനപ്പെട്ട ആക്ഷേപം. ഇന്ന് സമരത്തിലാണല്ലേ അബ്ദുൽ അസീസ്? അതെ, ഇത് ഗവൺമെൻറ്റിനോട് പല പ്രാവശ്യം നമ്മൾ പല ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടും അത് തീരെ ഗൗരവത്തിലെടുത്തിട്ടില്ല. അതുമാത്രമല്ല, ഗവൺമെൻറ്റിന് കിട്ടുന്ന ഭീമമായ റവന്യൂ വരുമാനം കൂടിയാണ് ഇതിൽ കൂടെ ഗവൺമെൻറ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഈ EC നിയമം കുറച്ച് സുതാര്യമാക്കി എല്ലാവരും ലൈസൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ നല്ലൊരു റവന്യൂ വരുമാനം ഗവൺമെൻറ് ഉണ്ടാകുന്നതും കൂടിയാണ്. അതുകൂടിയാണ് നഷ്ടപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഗവൺമെൻറ് ഈ കാര്യത്തിൽ ഒരു തീരുമാനം എത്രയും പെട്ടെന്ന് എടുക്കണം എന്നാണ് അസോസിയേഷൻ ഇപ്പോൾ പറയാനുള്ളത്. ഏത് രീതിയിലാണ് ഈ നിർമ്മാണ മേഖലയെ ഇത് ബാധിക്കാൻ പോകുന്നത്, നിങ്ങളുടെ സമരം, ഈ പ്രതിഷേധം? ഇന്ന് നമ്മൾ ജില്ലയിലാകമാനം ജില്ലാ കളക്ടറേറ്റിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി സംസ്ഥാനത്തൊട്ടാകെ അതിൻ്റെ ഭാഗമായിട്ടൊരു സൂചനാ പണിമുടക്കാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്.
ഇനി തൊട്ടടുത്ത ദിവസം ഇതിനൊരു പരിഹാരം കാണുന്നില്ല എങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാനാണ് ജില്ലാ ചെങ്കൽ ഓണേഴ്സ് അസോസിയേഷൻ്റെ തീരുമാനം. ഈ എല്ലാ മേഖലയിലും എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ജില്ലകളിലും ഈ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. ഈ പ്രതിസന്ധി പ്രധാനപ്പെട്ട 4 ജില്ലകളിലാണ്. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലാണ് ഈ പ്രതിസന്ധി കാര്യമായി രൂക്ഷമായി. ഈ സാധനം സുലഭമായി കിട്ടുന്ന നാടെന്ന് പറയുന്നത് ഈ വടക്കൻ ജില്ലകളിലാണ്. ഈ വടക്കൻ ജില്ലകളിൽ ഇതിന് EC എന്ന് പറയുന്ന ഒരു കടമ്പയുണ്ട് ഗവൺമെൻറ്റിൽ. ആ EC ഇതിന് ആവശ്യമില്ലാത്തതാണ്. അത് കരിങ്കൽ വലിയ കോറകൾക്കാണ് EC വേണ്ടത്. പക്ഷേ EC എടുക്കാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് വന്നതോടുകൂടി EC സമയബന്ധിതമായി ഗവൺമെൻറ് തരുന്നില്ല. അതുകൊണ്ടാണ് ഈ വ്യവസായം സമരത്തിലേക്ക് പോകുന്ന. EC ഇല്ലാതെ പണിയെടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതുപോലെ 40 ലക്ഷം, 50 ലക്ഷം, 60 ലക്ഷം വരുന്ന ഉദ്യോഗസ്ഥൻ്റെ മനോമുകുരം പോലെ ഫൈനടിച്ച് പോവുകയാണ്. അത് ഫൈൻ അടയ്ക്കാൻ താമസിച്ചാൽ റവന്യൂ റിക്കവറിയിലേക്ക് പോവുകയാണ്. അതിപ്പോൾ അദാലത്ത് വെക്കുന്നു എന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറയായി. പക്ഷേ ഇതുവരെ അദാലത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ചേരുകയോ അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഞങ്ങൾക്ക് തരികയോ ഇതുവരെ ചെയ്തിട്ടില്ല. എന്തായാലും വലിയ പ്രതിസന്ധിയാണ് ഈ ചെങ്കൽ വ്യവസായ മേഖല നേരിടുന്നത്. അതുമായി ബന്ധപ്പെട്ട സമരത്തിലാണ് ഇവർ ഉള്ളത്. എന്തായാലും ഇവർ പറയുന്നത് ഈ ECയുമായി ബന്ധപ്പെട്ട് ഈ പരിസ്ഥിതി സർട്ടിഫിക്കറ്റുകളുമായി ഒക്കെ ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. അത് പരിഹാരം കണ്ടില്ലെങ്കിൽ അനിശ്ചിതകാലത്തേക്ക് സമരം നടത്തേണ്ടി വരും എന്നാണ് അസോസിയേഷൻ നേതാക്കൾ വ്യക്തമാക്കുന്നത്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.